السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على رسول المصطفى وعلى آله أهل الصدق والوفاء أما بعد. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, SKSSF R1 ശാഖ സംഘടിപ്പിച്ച് വരുന്ന ജീലാനി പ്രകാശം തേടി എന്ന പരമ്പരയുടെ പുതിയ ദിനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു വെച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ, ടെൻഷനെ മാറ്റാനുള്ള മാർഗത്തെക്കുറിച്ചായിരുന്നു. അതിൽ പറഞ്ഞു വെച്ച ചില സൂചനകൾ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അഥവാ നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കേണ്ടതില്ല എന്നുള്ളൊരു സൂചന ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ മോശമാക്കാൻ പാടുണ്ടോ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. പ്രത്യേകിച്ച് മഹാന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ, നമുക്കവരെ അറിയില്ലെങ്കിലും അവർ മഹാന്മാരാണെങ്കിൽ അവരുടെ ബർക്കത്ത് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരെ പുച്ഛിക്കാനും അവരെ നിസാരപ്പെടുത്താനും അവരെ എങ്ങനെയെങ്കിലും കൊച്ചാക്കാനുമുള്ള ശ്രമങ്ങളാണ് നമ്മൾ പലപ്പോഴും നടത്തുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ പരാജയങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്. ഷെയ്ഖ് ജീലാനി ഖദ്ദസുല്ലാഹു തങ്ങളുടെ ജീവിതത്തെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, തങ്ങളുടെ ജീവിതത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത് മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ബറക്കത്തെടുത്തത് കൊണ്ടാണ്. അഥവാ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരെ വേണ്ട രീതിയിൽ പരിഗണിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അശരണർ, സഹായം ആവശ്യപ്പെടുന്നവർ, അവരെ നമ്മൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടത് നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അതേപോലെ സമൂഹത്തിന്റെ ഉന്നതങ്ങളായ തലങ്ങളിൽ നിൽക്കുന്ന മഹാന്മാരായ ആളുകൾ, അവരെ കാണേണ്ട രീതിയിൽ കാണാനും അവരെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് എത്ര വലിയ ആളാണെങ്കിലും, അധികാരത്തിന്റെ ഏത് കൊമ്പത്തിരിക്കുന്നയാളാണെങ്കിലും ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. അത് വലിയൊരു പാഠമാണ് ഷെയ്ഖ് ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് നമുക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഷെയ്ഖ് ജീലാനിയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പതിവായിരുന്നു മഹാന്മാരെ പോയി സന്ദർശിക്കുക എന്നുള്ളത്. പലപ്പോഴും മഹാന്മാർ എവിടെയെങ്കിലും വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെ ഓടിച്ചെല്ലാനും അവരെ സ്നേഹിക്കാനും അവരെ കാണാനും അവരെ ബറക്കത്തെടുക്കാനും ശ്രമിക്കുക എന്നുള്ളത് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഒരു പതിവായിരുന്നു. നമ്മൾ ചില ആളുകളൊക്കെ അങ്ങനെ കാണാം, മഹാന്മാർ എവിടെയെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ, തങ്ങന്മാർ വരുന്നു എന്ന് പറയുമ്പോൾ, ഉലമാക്കൾ വരുന്നു എന്ന് പറയുമ്പോൾ അവരെ കാണാൻ, ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, തങ്ങളുടെ ജോലികളൊക്കെ ഉപേക്ഷിച്ച് അതിനു വേണ്ടി പോയി ബറക്കത്തെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തു നേടിയില്ലെങ്കിലും ഇത്തരം ബറക്കത്തുകളിലൂടെ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന, അവനക്കൊന്നും കഴിയില്ല എന്ന് പറയുമ്പോഴും അവൻ പിന്നീട് വലിയ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അഥവാ അവർ ഒന്നിനും കഴിയില്ല എങ്കിലും അവർ മഹാന്മാരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഷെയ്ഖ് ജീലാനിയുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാനൊരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് ഇവിടെ നടത്തുന്നത്. മഹാനായ ജീലാനി തങ്ങളെ കുറിച്ച്, ആ സന്ദർഭത്തെ കുറിച്ച് അബ്ദുള്ള എന്നവർ പറയുന്നുണ്ട്. ഞാനും ഇബ്നു സക്കയും അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നമ്മുടെ ജീലാനി തങ്ങളും കൂടി അവര് പരസ്പരം കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഇരിക്കെ ബഗ്ദാദിൽ ഒരു ഔസ് വരുന്നു എന്ന് കേട്ടു, പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അയാളെ സന്ദർശിക്കാൻ വേണ്ടി കൂട്ടുകാർ തീരുമാനിച്ചു. അങ്ങനെ ഇവരെ ആ മനുഷ്യനെ സന്ദർശിക്കാൻ വേണ്ടി, ആ ഔസ് എന്ന് പറയുന്ന അയാളെ സന്ദർശിക്കാൻ വേണ്ടി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നപ്പോ
കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്നു സക്ക പറഞ്ഞു, ഞാൻ അയാളെ ഉത്തരം മുട്ടിക്കും. രണ്ടാമത്തെ ആളെ ഞാനാണ്. ഞാൻ പറഞ്ഞു, അബ്ദുള്ള എന്നവർ പറയാണ്, ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹം എന്താണ് പറയുക എന്ന് നോക്കട്ടെ, അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞത്, അള്ളാഹു കാക്കട്ടെ, നിങ്ങളൊക്കെ അള്ളാഹു കാക്കട്ടെ, ഞാൻ പോകുന്നത് ബറക്കത്തെടുക്കലേ ഉദ്ദേശമുള്ളൂ. ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് അയാൾ ചോദ്യം ചോദിച്ച് മുട്ടിക്കുവാനോ അയാൾ എന്താ പറയുന്നത് എന്ന് അന്വേഷിക്കാനൊന്നുമല്ല പോകുന്നത്, ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പലപ്പോഴും നമ്മൾ പല ഉലമാക്കളുടെ സദസ്സുകളിൽ നമ്മൾ പോകാറുണ്ട്. എന്നിട്ട് ചില ആളുകൾ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുകയാണ്. എന്താ റെക്കോർഡ് ചെയ്യുന്നത്? ആ ഉസ്താദ് പറയുന്ന ഇൽമിനെ കേൾക്കാൻ, എന്നിട്ട് അത് ജീവിതത്തിലേക്ക് പകർത്താനും വേണ്ടി പിന്നീട് എപ്പോഴെങ്കിലും ഇരുന്നിട്ട് കേൾക്കാൻ വേണ്ടിയല്ല, മറിച്ച് എവിടെയാണോ ഒരു പിഴവുണ്ടാകുന്നത് എന്ന് നോക്കിയിരുന്നിട്ട് ആ പിഴവെടുത്തിട്ട് സമൂഹത്തിന് മുമ്പിൽ അലക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഇതൊക്കെ പിഴവാണെന്ന് പറയാൻ വേണ്ടി നടക്കുന്ന ആളുകളെ കാണും. അവരുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടാകും. മഹാന്മാരായ ഉലമാക്കൾ അവരെ സ്നേഹിക്കേണ്ടതിന് പകരം, അവരെ ആദരിക്കേണ്ടതിന് പകരം അവരെന്താ പറയുന്നത് ഞാൻ നോക്കട്ടെ. അവര് ഞാൻ 2 ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ അഹങ്കാരികളായി നമ്മൾ നടക്കുകയും മഹാന്മാരായ പണ്ഡിതന്മാരെ വില കുറച്ച് കാണുകയും ചെയ്യുക എന്നുള്ളത് നമ്മിൽ ചിലരുടെയൊക്കെ പതിവാണ്. നമ്മളത് ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഇവര് 3 ആളും ഈ ചർച്ചയും നടത്തിയിട്ട് മുന്നോട്ട് പോയി. അവിടെ എത്തിയപ്പോ ആ വലിയ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം തന്നെ ഇബ്നു സക്ക എന്ന് പറയുന്ന ആളോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ എന്നെ ഉത്തരം മുട്ടിക്കാൻ വന്നതാണല്ലേ, നിനക്ക് നാശം, നീ കരുതിയ ചോദ്യം ഇന്നതാണ്, അതിനുള്ള ഉത്തരവും ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് മഹാൻ അതിന്റെ ഉത്തരവും കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മുഖത്ത് ഞാൻ കുഫ്രിയത്ത് കാണുന്നു, അഥവാ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായി ഞാൻ കാണുന്നു എന്ന് വലിയവിടെ പറഞ്ഞു വെക്കുകയാണ്. ശേഷം നമ്മുടെ അബ്ദുള്ള എന്ന് പറയുന്ന സംഭവം വിവരിക്കുന്ന ആളുടെ നേർക്ക് വലിയ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്താണ് പറയുക എന്ന് നോക്കാനാണ് നീ വന്നത്, നിന്റെ ചോദ്യം ഇന്നതാണ്, അതിന്റെ ഉത്തരവും ഇന്നതാണ്. ഇങ്ങനെ നീ അപമര്യാദയാണ് കാണിക്കുന്നത്, ഞാൻ എന്താണ് പറയുന്നതെന്ന് നോക്കാൻ ഒരു മര്യാദയില്ലാതെയാണ് നീ ശ്രമിക്കുന്നത് എങ്കിൽ നിനക്ക് ഉത്തമം ദുനിയാവാണ് എന്ന് വലിയ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് 3-മത് അബ്ദുൽ ഖാദർ എന്നവരുടെ നേർക്ക് തിരിഞ്ഞു, നിങ്ങളുടെ അദബ് കാരണം അള്ളാഹും റസൂലും നിങ്ങളെ പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വന്നത് ബറക്കത്തെടുക്കാനാണ്, എന്നെ ചോദ്യം ചോദിക്കാനോ ഉത്തരം മുട്ടിക്കാനോ അല്ല. നിങ്ങൾ അദബോടുകൂടിയാണ് എൻ്റെ അടുക്കൽ വന്നത്. നിങ്ങളുടെ അദബ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ബഗ്ദാദുകാരോട് വഅദ് പറഞ്ഞു നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മാത്രമല്ല എല്ലാ വലിയകളും എൻ്റെ കാൽ കീഴിലാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എല്ലാവരും അനുസരിക്കുന്നതായും ഞാൻ കാണുന്നുണ്ട് എന്ന് മഹാനായ വലി അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് പറയുകയാണ്. അപ്പൊ 3 ആളും പോയതിന്റെ ഉദ്ദേശം കൃത്യമായിരിക്കുകയാണ്. അവരോട് വലിയ നീ 1-മത്തെ ആളോട് പറഞ്ഞു, നീ എന്നെ ഉത്തരം മുട്ടിക്കാൻ വന്നതാണ്, നിന്റെ മുഖത്ത് കുഫ്രിയത്ത് കാണുന്നു. 2-മത്തെ ആളോട് പറഞ്ഞു, നീ എന്താണ് ഞാൻ പറയുക എന്ന് നോക്കാൻ വേണ്ടിയാണ്, അപമര്യാദയാണ് നീ ചെയ്തത്, അതുകൊണ്ട് നിന്റെ ചോദ്യവും ഉത്തരവും ഇതാണ്, നിനക്ക് നല്ലത് ദുനിയാവാണ്, ആഖിറമല്ല. വീണ്ടും പറഞ്ഞു അബ്ദുൽഖാദറിനോട്, നീ അദബുള്ള കുട്ടിയാണ്, അദബ് കാരണം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. അവരതിനുശേഷം തിരിച്ചു വന്നു. പിന്നീട് അവരുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതാണ്. അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്നു സക്ക എന്ന് പറയുന്നയാൾ വലിയ ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട വലിയ ഗൗരവമുള്ള വിഷയമാണ്. അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ടും മുട്ടിക്കാൻ പോയതാണ്. അതെന്തുകൊണ്ടാണ്? ഇയാൾക്ക് കുറെ ബുദ്ധി അധികം ഉണ്ടായിരുന്നു. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വലിയ കഴിവുള്ള ആളായിരുന്നു. പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വലിയ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പൊ കഴിവ് കൂടിയപ്പോ കുറച്ച് അഹങ്കാരം കൂടി. ഞാൻ എല്ലാവരെയും മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞപ്പോ പിന്നെ ആരെയും ആദരിക്കേണ്ടവർ ആദരിക്കുന്നതിന് പകരം എല്ലാവരും എന്നെ ആദരിക്കട്ടെ എന്നിടത്തേക്ക് ചിന്തകൾ മാറുകയാണ്.
ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത്. നമ്മൾ എത്ര ഉന്നതങ്ങളിലെത്തിയാലും നമ്മൾ ആദരിക്കേണ്ടവരുണ്ട്. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങി നമ്മൾ ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ ഞാൻ വലിയ കുറച്ച് അറിയുന്ന ആളാണെന്ന് പറഞ്ഞ് ആദരിക്കേണ്ടവരെ നിന്ദിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പരാജയമുണ്ടാകും എന്ന് ഇബ്നു സക്കയുടെ ജീവിതം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരുപാട് കാലം ഒരുപാട് സംവാദങ്ങളിൽ നടന്നു. ക്രിസ്ത്യാനികളുമായുള്ള സംവാദങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഹരമായിരുന്നു എന്നാണ്. അങ്ങനെ ഹരമായിട്ട് അദ്ദേഹം വേദികളിൽ നിന്ന് വേദികളിലേക്ക് സംവാദങ്ങളൊക്കെ ആയിട്ട് ദീനിനിങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം ഈ ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി പ്രണയത്തിലാവുകയാണ്. അവളുടെ വലയിൽ വീഴുന്നു. അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവളെ പിന്നാലെ പോകുന്നു. അവസാനം മതം മാറുന്നു. അവളെ കല്യാണം കഴിക്കുന്നു. അല്പം കഴിയുമ്പോഴേക്ക് ഇദ്ദേഹത്തിന് രോഗം വരുന്നു. അവളെ തള്ളിക്കളയുന്നു. അവസാനം ഒരു ഓവുചാലിൽ കിടന്നു മരണപ്പെട്ടു എന്നാണ് ചരിത്രം ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അഥവാ ആ മഹാന ഉത്തരം മുട്ടിക്കാൻ പോയ ആൾ അയാളുടെ മുഖത്ത് കുഫ്രിയത്ത് കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുഫ്രിയത്ത് പോലെ അവസാനം ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ട് മരണപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഗൗരവമുള്ള ചിന്ത നമുക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് പണ്ഡിതന്മാരെ കുറ്റം പറയുക എന്നുള്ളത്. മഹാന്മാരായ ഔലിയാക്കൾ അവരെ കുറ്റം പറഞ്ഞ് നടക്കുക ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ട്രെൻഡ് അതാണ്. പ്രത്യേകിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴേക്ക് ഏതെങ്കിലും അല്പന്മാരായ ആളുകൾ അവർ ചില മലയാള പുസ്തകങ്ങളും മറ്റും വായിച്ചിട്ട് ഇങ്ങനെ എന്താ ഔലിയ എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തി, അള്ളാഹ്ക്ക് അടിമക്കല്ല മതി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തി അതിനകത്ത് ഇങ്ങനെ ഔലിയാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഒരുപാട് കുറ്റം പറഞ്ഞ് യുക്തി കൊണ്ട് ദീനിനെ അളക്കുന്ന ആളുകൾ, അവരുടെ യുക്തിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മളും അതിൻ്റെ പിന്നാലെ പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയും നമ്മുടെ മരിക്കുന്ന സമയത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഗതികേടുകൾ നമുക്കുണ്ടാവും. അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം നമ്മൾക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ, അതേത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, നമുക്കറിയില്ലെങ്കിലും ആ പണ്ഡിതന്മാർ അറിവുള്ളവരാണല്ലോ. അവരെ ബഹുമാനിക്കാൻ, അവരെ ആദരിക്കാൻ, സയ്യിദന്മാരെ കാണുമ്പോൾ അവരെ കൈപിടിച്ചു മുത്താൻ, അവരോടൊന്ന് ദുആ ചെയ്യാൻ പറയാം. അങ്ങനെ അവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ നമുക്ക് കഴിയണം. ഉസ്താദുമാർ പോകുന്ന വഴി കാണുമ്പോൾ പഴയ കാലത്തൊക്കെ ഈ സീറ്റിലിരിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. മാടിക്കെട്ടി കുത്തിയവർ ആ മാടിക്കുത്ത് അഴിച്ചിടുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഇരിക്കുന്നവർ ഒന്നുകൂടി കാലിന് മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോവാൻ അനാദരവുണ്ടാവുകയാണ്, അപമര്യാദകൾ ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹം നഷ്ടത്തിലേക്ക് പോകും. ഈമാൻ നശിച്ചു പോകുന്നിടത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈമാനിന്റെ ശക്തി കുറഞ്ഞ് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെപ്പോലെയായി നമ്മൾ മാറും. അല്ലാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആദരവ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ വിജയിക്കാൻ നമുക്ക് സാധ്യമാകും എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ ഒന്നാമതായി പഠിക്കേണ്ട പാഠം. രണ്ടാമത്തെ മനുഷ്യന് നമ്മൾ ഈ ചരിത്രം പറയുന്നയാൾ അദ്ദേഹം പറയുന്നു, ഞാൻ പിന്നീടായത് കൊട്ടാരത്തിലൊരു പരിചാരകനായി ഭൗതികതയുടെ പിന്നാലെ കൂടി, അഥവാ ഇൽമ പഠിക്കുന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് കൊട്ടാരത്തിലെ പരിചാരകനായി ഭൗതിക മേഖലകളിൽ സഞ്ചരിച്ചു. അള്ളാഹുവിൻ്റെ മേഖലകളിൽ നിന്ന് തെന്നിമാറി എന്നർത്ഥം. അഥവാ നമ്മളിൽ നിന്ന് ഇൽമ പഠിച്ച ഒരുപാട് ആളുകൾ, അറിവ് പഠിച്ച ഒരുപാട് ആളുകൾ, ഉന്നതമായ ജോലികൾ ചെയ്യുന്നവരുണ്ടാവും, വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ അവരാ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ താൻ ഇതുവരെ 8 വർഷമോ 10 വർഷമോ സമൂഹത്തിന്റെ ചോറ് തിന്ന് വളർന്നതിൻ്റെ കൂറും കടപ്പാടും കാണിക്കാൻ വേണ്ടി ദീനിന്റെ പ്രബോധനത്തിന് അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ മാറ്റിവെക്കുന്നവരുണ്ടാവും. എന്നാൽ ഇതൊന്നുമില്ലാതെ തങ്ങളുടെ ഭൗതികമായ ജോലി മാത്രം നോക്കി മറ്റൊരു കാര്യത്തിലും ഇടപെടാതെ നിഷ്പക്ഷരെന്നോ അല്ലെങ്കിൽ തങ്ങളൊന്നിനും ഇല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഭൗതികതയുടെ പിന്നാലെയാണ്. ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപമര്യാദയുടെ ഫലങ്ങളാണ് ഇതൊക്കെ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ മൂന്നാമത്തതോ ഷെയ്ഖ് ജീലാനി തങ്ങൾ. ആ ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്തായി? വളർന്നു വന്നു, വലിയ
എൻ്റെ കാലെല്ലാ വലിയവരുടെ മേലിലാണെന്ന് പറയുന്നിടത്തേക്ക് വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് തലതാറ്റി കൊടുത്തു എന്ന് നമ്മൾ കേൾക്കുകയാണ്. അതുപോലെ തന്നെ വഅദ് പറഞ്ഞു നടന്നു, 40 വഅദ് പറഞ്ഞോവർ എന്ന് നമ്മൾ പാടാറുണ്ട്. അഥവാ വലി എന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ബഗ്ദാദിലൂടെ വഅദ് പറയുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ആ വഅദ് പറയുന്ന ഒരാളായി വളർന്നു വരാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ്. എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ അദബാണ് ഇവിടെ വലിയ വിഷയം. അദബുണ്ടാവുക. ഒരു കവി പാടി വെച്ചിട്ടുണ്ടല്ലോ, ഒരു യത്തീമെന്ന് പറഞ്ഞാൽ ആരാ? യത്തീമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉപ്പയും ഉമ്മയും ഇല്ലാത്തവൻ എന്നല്ല. പിന്നെയോ പിന്നെ അദബും അതുപോലെ ഇൽമുമില്ലാത്തയാളാണ് യത്തീം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കവിത എവിടെയോ വായിച്ചത് നമ്മൾ ഓർക്കുകയാണ്. അഥവാ ഉപ്പയും ഉമ്മയില്ലാത്തവനല്ല യത്തീം, മറിച്ചോ അവൻ അദബില്ലാത്തവൻ, അതുപോലെ തന്നെ ഇൽമില്ലാത്തവനാണ് യത്തീം. അഥവാ നമ്മുടെ വഴി കൃത്യമായി നമുക്ക് കാണിച്ചു തരേണ്ടിയിരുന്നത്, നമ്മുടെ കൃത്യമായി നമ്മുടെ വഴികളിലേക്ക് എത്തിക്കേണ്ടിയിരുന്നത് നമ്മുടെ മാതാപിതാക്കളെ പോലെ ജീവിതത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അദബ്. അഥവാ നമ്മൾ ആത്മീയമായി കൃത്യമായ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ട അദബ്. ആ അദബ് നഷ്ടപ്പെട്ടവനായി നമ്മൾ മാറിയാൽ, ഈ കാണിക്കേണ്ട ആദരവുകൾ കാണിക്കാതെ പോയാൽ അദബ് നഷ്ടപ്പെട്ടവനായി നമ്മൾ മാറും, നമ്മൾ യത്തീമാവുകയാണ്. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് ജീലാനിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുന്നവരെ അവരെ വേണ്ട രീതിയിൽ കാണണമെന്ന് പറഞ്ഞതുപോലെ, പരിചരിക്കണമെന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ, സമൂഹത്തിൽ ആദരവ് കൊടുക്കേണ്ട മഹാന്മാരെ ആദരിക്കാൻ പഠിക്കുക എന്നുള്ളതും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിധാനമാണ് എന്ന് ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ ജീവിതത്തിൻ്റെ പാഠമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നന്മ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവുമുള്ളവരായി അള്ളാഹു നമ്മെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.